ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്നൊരു തോന്നല്, ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കണം. അപ്പം ഇന്നാണെങ്കിൽ ഏട്ടനാണെങ്കിൽ നേരത്തെ വരികയും ചെയ്തു. അപ്പം എനിക്ക് വല്ലാത്തൊരു കൊതി. അപ്പം ആ കൊതി മൂത്തപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. കൂവ പായസമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ ആ കൂവ കുറുക്കിയത് ഇന്ന് രാത്രി എനിക്കുള്ളതായി. അപ്പം ചേട്ടൻ വന്ന വഴിക്കാണ് ചേട്ടാ എനിക്ക് നാളികേരം വേണേന്ന് പറഞ്ഞ നാളികേരം ചെരുകിപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നാളികേരം ഇത് പെട്ടെന്നാവുമല്ലോ, കൂവ പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ നാളികേരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കണം. എൻ്റെ ഒരു നാളികേരം ആണെങ്കിൽ ഇല്ല ദാനം. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിക്കണം. എത്രത്തോളം വെള്ളം ഒഴിച്ചാലും നമ്മളത് കുറുകി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം ഇതിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചേട്ടന് വാതിലടച്ചിട്ടു, കാരണം അവിടെ ചെരുകണത് ഒരു എണ്ണത്തിന് നാണക്കേടാണ്. അപ്പം പിന്നെ ഇത് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. വേണ്ട, പിന്നെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. കരണ്ട് പോയി, നേരത്തെ കരണ്ട് പോയി. അപ്പോഴേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനിയൊക്കെ ചേർത്ത് ഇതിലേക്ക് അടുപ്പിലേക്ക് കയറ്റി. ഞാനിപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് ഗ്യാസൊക്കെ കത്തിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ ഇളക്കിടാം. പിന്നെ എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ടിൽ ചേട്ടൻ നാളികേരം ചെറിയ ശബ്ദമുണ്ട്, രസല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കാം. ഇന്നൊരു കുറുകട്ടെ. ഇത് ഞാനേ നാളികേരം ചേർത്തു കേട്ടോ. ഇനി അതൊന്ന് കുറുക്കണം. നാളികേരം ചേർക്കണ നേരത്തൊക്കെ പറയാനായിട്ട് മറന്നുപോയി. അപ്പൊ കുറച്ചു നേരം ചേട്ടൻ ഒന്ന് ഇളക്കി തന്നു. ഇന്ന് ആളെ എൻ്റെ അടുത്ത് വഴക്കിന് നിൽക്കുക, എന്താന്നറിയില്ല. അപ്പൊ അതൊന്നും ഇല്ല, ഇളക്കിത്താ പ്ലീസ് ഇളക്കിത്താ. ഓണല്ല, അപ്പോഴേക്കും കരിക്കൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു. ദാഹജലം തരുമോ എന്ന് പറയലേ ഒരു നാടകപ്പാട്ടില്ലേ. നന്നായിട്ട് ഇളക്കണം. ഞാൻ കുറച്ച് നെയ്യ് അങ്ങോട്ട് ചേർത്തുണ്ട് കേട്ടോ. എനിക്ക് ഇത്തിരി നെയ്യ് ആവശ്യം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യമൊക്കെ വരുന്നത്. ഒന്ന് ഇളക്കണം, ഇങ്ങനെ നല്ല പരുവത്തിൽ ഇളക്കണം. ഇനി അങ്ങ് സെറ്റായിക്കോളും. അപ്പം ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഇങ്ങനെ വിട്ട് പോരും. അങ്ങനെ ചേട്ടനും ഞാനും കൂടി അങ്ങ് പെട്ടെന്ന് തന്നെ ഇളക്കി അതെടുത്ത് സെറ്റാക്കി എടുത്തു വിട്ടു. അപ്പം പിന്നെ പെട്ടെന്ന് ആൾ പോയിട്ട് ടി വി വെച്ച കാരണം ശബ്ദം വെച്ച് കയറണം. അതൊന്ന് മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അതങ്ങ് ഞാൻ ഈ ഒരു ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് അതിലേക്ക് അങ്ങ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു 6:30-7 മണിയാവാറായി. അപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇരുട്ടാകുമ്പോഴേക്കും വേഗം 2 ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് ഞാൻ സെറ്റാക്കി വെച്ചതാ. അല്ലെങ്കിൽ പിന്നെ ഇലയിൽ ഇട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. എനിക്കതൊക്കെ ഇഷ്ടമാണ്, ഇലയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നല്ല കട്ടയായി. ഇനി അത് തണുക്കണം. ഒന്ന് നമ്മുടെ സാധാരണ ഒരു ഫാനിൻ്റെ ചുട്ടിലൊക്കെ ഒന്ന് വയ്ക്കും ഞാൻ. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞാൽ മുറിച്ച് കഴിക്കും. എനിക്ക് അതാണ് ഇഷ്ടം. പായസം പോലെ കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് മുറിച്ച് കഴിക്കാനായിട്ട് നല്ല സ്വാദും കൂടിയാണ്. ഇപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയപ്പോഴാണ് ടി വി വെച്ച ശബ്ദം കേൾക്കുന്നത്. അപ്പം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൂവ പായസം റെഡിയായി. കൂവ കുറുക്കിയതെന്നോ കൂവ പായസമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി കുറച്ച് അധികം എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടില്ലേ? ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. അങ്ങനെ ഇതങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ടിങ്, അയ്യാ മുറിക്കണം. ഭയങ്കര മൂർച്ചയുണ്ട് എൻ്റെ ഡിങ്ക് അങ്ങനെ മുറിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഈ കുത്തിയിട്ട് ഇങ്ങോട്ട് കിട്ടണം. അങ്ങനെ കണ്ട
കഴിക്കട്ടെ. ഇതാണ് എൻ്റെ കൂവക്കുറുക്ക. നല്ല മധുരം, ആവശ്യത്തിന് മധുരം, നാളികേരം എല്ലാം ഉണ്ട്. അപ്പം പിന്നെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു. ഇന്ന് ഇത്തിരി നേരം വൈകി എണീറ്റു. കാരണം ഇന്ന് നമുക്ക് പണിമുടക്കാണല്ലോ. പണിമുടക്കായ കാരണം ഇന്ന് ഓഫീസിലേക്കൊന്നും പോകണ്ട. അപ്പോൾ സുഖമായിട്ട് കിടന്നു ഉറങ്ങി എണീറ്റു. ഇന്നലെ അങ്ങനെ കൂവപ്പായസമൊക്കെ കഴിച്ചതിന് ശേഷം നല്ല സുഖമായിരുന്നു ഉറങ്ങാനായിട്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. കൂവപ്പായസം ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതുകൊണ്ട് കൂവപ്പായസം എന്ന് പറയും ഞങ്ങൾ. അങ്ങനെയൊക്കെ പറയും. കൂവ കഴിച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയ കാരണം നല്ല സുഖം കിട്ടി ഉറങ്ങാനായിട്ട്. കുറച്ച് നമുക്കിങ്ങനെ വേനലൊക്കെ കൂടുമ്പോൾ കുറച്ച് ഇതൊക്കെ ആയിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ കുറച്ച് ചൂടൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പ്രയാസമായിരിക്കുമല്ലോ. ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് ഉറങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ ഞാനൊരു വാഴക്കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വാഴയുടെ കൂടെ കുറച്ച് ഇവിടെ ആകെ 3-4 വാഴകളേ ഉള്ളൂ. ഒക്കെ എല്ലാ വാഴയും നനയില്ലാത്ത പറമ്പായതുകൊണ്ട് എല്ലാം ഇങ്ങനെ പോവാണ്. തെങ്ങൊക്കെ കയറിയതാണ്. പ്രതീക്ഷ നടയിൽ വീഴില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ചിലപ്പോഴെങ്ങാനും നാളേരം വീണ് പോയാലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൂക്ഷിക്കണം. ഓരോ ഭാഗങ്ങളായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെക്കുകയാണ് നമ്മൾ. കുറച്ച് നാളായി പഠിച്ചിട്ട് ആഴ്ചയായപ്പോൾ ഞാൻ അടിച്ചതാണ്. ഇവിടെ ഫുള്ള് ഒരു ഇതൊരു വലിയ നല്ലൊരു ചക്കയുള്ള ഉണ്ടാകണ ഒരു പ്ലാവായിരുന്നു കേട്ടോ അത്. എന്നിട്ട് ഇവർക്കത് ചാഞ്ഞ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ചാഞ്ഞ് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവിടെ കൊമ്പുകളൊക്കെ വരണു പറഞ്ഞിട്ട് നമ്മളതൊക്കെ വെട്ടിയിട്ട് പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. പിന്നെ ഇതാ അവർ ഇവിടെ ഈ മതിലിനോട് ചേർത്ത് ഒരു വീടങ്ങ് കെട്ടിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒരിക്കലും. മതിലിനോട് ചേർത്ത് നമ്മൾ ഒരിക്കലും വീട് കെട്ടിടാൻ പണിയില്ല. ഇപ്പോഴും അവർ പറയും ആ വീട്ടിലേക്ക് കൊമ്പ് ചാഞ്ഞ് നിൽക്കണമെന്ന് പറയും. അങ്ങനെ ഈ കടയിൽ നിന്നാണ് ഈ പ്ലാവ് ഇങ്ങനെ ഉണ്ടായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എന്ത് ചെയ്യാല്ലേ, ഓരോരോ വിഷമങ്ങൾ എപ്പോഴും ഉണ്ടാകും ഞങ്ങൾക്ക്. എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. കണ്ടില്ലേ, മുരിങ്ങപ്പൂമേ കുറച്ച് ദിവസം മുൻപ് ചേട്ടൻ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ പൂവിട്ടത്. അപ്പോൾ പറയുന്നത് ശരിയാണ്, പൂവിടുന്നത് നല്ലതാണെന്ന്. പൂവിടുന്നതല്ല, ഇല ഉരിഞ്ഞ് കളയും. ഇരുമ്പൻ പുളിയുടെ ഇല ഉരിഞ്ഞ് കളയുമ്പോഴാണ് അതിപ്പോൾ പൂവിടുക എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക്. ഞാനിവിടെ അങ്ങനെ അധികം ആരോടൊന്നും സംസാരിക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ നൈബേഴ്സായിട്ട് വലിയ കണക്ഷനൊന്നുമില്ല. ഇവരൊക്കെ എന്നോടും ഇവരധികം സംസാരിക്കാറൊന്നുമില്ല. അധികം എന്നല്ല, ഞാൻ സംസാരിക്കാറേ ഇല്ല. എന്താ ചെയ്യാം, നമ്മളങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വഴക്കുകളൊന്നുമില്ല, പരസ്പരം ഞങ്ങൾ മിണ്ടാറില്ല. അങ്ങനെ അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ അധികം മിണ്ടുന്നതാണല്ലോ വലിയ പ്രശ്നങ്ങളൊക്കെ കാടിത്തളിക്കുക. അപ്പോൾ രാവിലെ ഇങ്ങനെ വന്ന് കുറച്ച് വിശേഷങ്ങൾ, അതൊന്നും ദേഷ്യപ്പണയമുടക്കായ കാരണം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ബിരിയാണി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ കാണിക്കാനായിട്ട് ഒന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അന്ന് ബിരിയാണി വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. ഇത് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ട് ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ അജന്യ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ.